വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വളരെ പരിചയമുള്ള വാക്യമാണ്. നമ്മൾ ഇങ്ങനെ കൂടി വരുന്നത് എന്തിനു വേണ്ടിയാണ്? എങ്ങനെയാണ് നമ്മളുടെ ഈ കൂടിവരവിൽ ദൈവം ഇടപെടുന്നത്, പ്രസാദിക്കുന്നത്? അങ്ങനെ ചില ചിന്തകൾ നൽകുന്ന വേദഭാഗമായിട്ടാണ് ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സസ് 1 to 11. അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചു. ഈ വേദഭാഗം ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. നിഷ്ഫലമായ രാവിൻ്റെ അധ്വാനത്താൽ കരയണഞ്ഞ മനുഷ്യരുടെ ചിത്രമാണ് ഈ വേദഭാഗത്തിലൂടെ സുവിശേഷകൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതും ചില പ്രബോധനങ്ങൾ, ഉൾക്കാഴ്ചകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? നിഷ്ഫലമായ രാവിൻ്റെ അധ്വാനത്താൽ കരയണഞ്ഞ മനുഷ്യൻ്റെ ചിത്രം മാത്രമല്ല, കൂര തേടുവാൻ ആഗ്രഹിക്കുന്നവനെ അധ്വാനത്തിന് സജ്ജമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത്. ഈ വേദഭാഗം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവവചനം കേൾക്കാനുള്ള താല്പര്യത്തോടെയാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും വചന കേൾവി നഷ്ടമാക്കി കളയരുത്, ശ്രദ്ധയോടെ ഇവിടെ ഇരിക്കും. ഈ വേദഭാഗം പത്രോസിൻ്റെയും സ്നേഹിതരുടെയും ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങളായിട്ട് മാത്രം എടുക്കരുത്. കേൾക്കുന്ന നമ്മിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ട അനുഭവങ്ങളായി മാറ്റുവാൻ കഴിയണമെന്നുള്ളതാണ്. ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ പ്രസംഗങ്ങളും ആശീർവാദം കഴിയുമ്പോൾ പലപ്പോഴും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാറുണ്ട്. എന്നാൽ എല്ലാം ഓർത്തിരുന്നില്ലെങ്കിലും ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മൾ മറന്നിരുന്നാലും ഓടിയെത്തുന്ന അനുഭവങ്ങളും വാക്കുകളും അത് ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ഉണ്ടാകുന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വചനത്തിൻ്റെ സ്വാധീനം ജീവിതത്തിൻ്റെ ആപൽഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുന്നത് മാത്രമല്ല, അനുദിന ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിൽ നടക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് കൂടെയാണ് എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് തിരിഞ്ഞു വരാം. അവൻ യേശു ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, തിക്കിക്കൊണ്ടിരിക്കയിൽ. 2 വാക്കുകൾ ഞാൻ പറഞ്ഞു. നിൽക്കുമ്പോൾ, തിക്കിക്കൊണ്ടിരിക്കയിൽ. നിൽക്കുന്ന യേശു, തിക്കിക്കൊണ്ടിരിക്കുന്ന പുരുഷാരം. ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ
ദൈവവചനം കേൾക്കേണ്ടതിന് പുരുഷാരം തിക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ ജീസസ് വാസ് സ്റ്റാൻഡിങ്, ക്രൗഡ് വാസ് പ്രസ്സിങ്. യേശു നിൽക്കുന്ന ചിത്രം മനസ്സിൽ കാണുക. സിമ്പിളാണ്. വലിയൊരു കൂട്ടം കർത്താവിനെ ഇങ്ങനെ അടുത്തടുത്ത് വരുവാൻ, ഇങ്ങനെ ആവശ്യങ്ങൾ പറയുവാൻ തിക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വളരെ ശാന്തമായി ചിന്തിച്ചാൽ ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ്, ഒരു വലിയ കൂട്ടത്തിൻ്റെ ചിത്രമാണ്, കൊതിയോടെ വരുന്ന ഒരു കൂട്ടത്തിൻ്റെ ചിത്രം. ഇതൊരു പോസിറ്റീവ് സൈഡാണ്. കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം മനുഷ്യർ ലോകത്തിലുണ്ട്. അവരൊക്കെ തമ്പുരാനോട് ചേർന്ന് ജീവിക്കുന്നതിലൂടെയും യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ച് സമർപ്പിക്കുന്നതിലൂടെയും ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ ലഭിക്കുന്ന ഉപദേശങ്ങൾ സശ്രദ്ധം സ്വീകരിക്കുന്നതിലൂടെയും തിരുത്തലുകൾ വരുത്തുവാൻ ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കുന്നതിലൂടെയൊക്കെയാണ് താളം തെറ്റിപ്പോകാതെ നമ്മളെല്ലാം ഓരോ ദിവസവും അനുഗ്രഹത്തോടെ യാത്ര ചെയ്യുന്നത്. എന്നാൽ ഒരു വലിയ സത്യം ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ തിക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള പദം നമ്മൾ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ സത്യം പ്രാരംഭമായി നമ്മൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മായ്ക്കരുത്. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം നിലകൊള്ളേണ്ടത് എന്ന ഈ വേദഭാഗം നമ്മളെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇളകി മറിയുന്ന ജീവിത സാഹചര്യങ്ങളിലും വറ്റി വരണ്ടു പോകുന്ന സാഹചര്യങ്ങളിലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുകയുള്ളൂ, അതിജീവനത്തിൻ്റെ ശക്തി ലഭിക്കുകയുള്ളൂ എന്നൊരു വലിയ സന്ദേശം ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൈഫ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി വേർഡ് ഓഫ് ഗോഡ്. അതാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ചിന്ത. ലൈഫ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജീവിതം അനുഗ്രഹകരമായി നിലകൊള്ളുന്നത് എന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്കൊരു സന്ദേശം നൽകുന്നു. ഈ പുരുഷാരത്തോട് യേശുവിന് സംസാരിക്കാനുള്ളത് എവിടെ നിന്ന്? തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ഒരു കാഴ്ച കാണുന്നു. ശിമോൻ്റെ പടക്. അവൻ അതിൽ നിന്ന് കരകയറി നിൽക്കുകയാണ്, കൂര തേടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു രാത്രിയിലെ അധ്വാനമാണെന്ന് താഴോട്ടുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു വേദഭാഗം. 5-ാമത്തെ വാക്യം, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു പ്രഭാതത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവം. അപ്പോൾ തലേ രാത്രി തന്നെ കർത്താവിൻ്റെ ആ ദിവസത്തെ ശുശ്രൂഷാ സ്ഥലമൊക്കെ ആഗ്രഹിച്ച് കൊതിയോടെ, അതാ ഞാൻ പറഞ്ഞത്, കൊതിയോടെ. എന്നാൽ അവിടെ നിന്ന് കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ആരിലൂടെ പഠിപ്പിക്കുന്നു? ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ കൂര തേടുവാൻ ആഗ്രഹിക്കുന്ന ശിമോൻ്റെയും സ്നേഹിതരുടെയും ജീവിത അനുഭവങ്ങളിലൂടെയാണ് ദൈവജനത്തോട് യേശുവിന് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് പോകാൻ വരട്ടെ, നീ കൂര തേടാൻ പോവുകയാണ്, നേരം പുലർന്നല്ലോ, രാത്രിയിലൊന്നും കിട്ടിയില്ല, ഒഴിഞ്ഞ പൂണിയുമായി വലയുമായി കഴുകി വൃത്തിയാക്കി നീ മടങ്ങുവാൻ ആഗ്രഹം, വെയിറ്റ്, പോകാൻ വരട്ടെ. കൂര തേടുവാൻ ആഗ്രഹിക്കുന്നവനെ വീണ്ടും അധ്വാനത്തിന് പ്രാപ്തനാക്കുന്നതിന് മുൻപ്, അവൻ അർഹിക്കപ്പെട്ടത് അവന് നൽകുന്നതിന് മുമ്പ് ചില പാഠങ്ങൾ അവനിലൂടെ അവനിലും ദേശത്തോടും കർത്താവിന് സംസാരിക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആയിരുന്നാലും അതിലൂടെയൊക്കെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് ഈ വേദഭാഗം പര്യവസാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പുരുഷാരത്തോടെ യേശുവിന് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഒഴിഞ്ഞ പടക് അവിടെ ആക്കിയ ശേഷം ഒഴിഞ്ഞ പൂണിയുമായി വലയുമായി മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ശിമോനിലൂടെ.
ഞാൻ ഈ അടുത്ത സമയത്ത് വിദ്യാസമ്പന്നരായ ആളുകൾ സന്ധിച്ച ഒരു കൂട്ടായ്മയിൽ എന്നെ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് കൊണ്ടുപോയി. വളരെ തിരക്കുള്ള സന്ദർഭമാണെങ്കിലും അവരുടെ താല്പര്യപ്രകാരം ഞാൻ അവിടെയൊക്കെ പോയി. ഏതാണ്ടൊരു 100ഓളം അടുത്ത ആളുകളുണ്ട് എന്നാണ് എൻ്റെ ചിന്ത. ഗാന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഞാനിതുപോലെ ശാന്തമായി പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ദൈവവചനം ശാന്തമായി അങ്ങോട്ട് പങ്കുവയ്ക്കാൻ തുടങ്ങി. വേദഭാഗം പറഞ്ഞപ്പോൾ ഒരു 7-8 പേര് അവിടെ നിന്ന്, ആ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഞാൻ വിചാരിച്ചു ചുമതലക്കാരെന്ന നിലയിൽ ഇതിന് ശേഷമുള്ള റിഫ്രഷ്മെൻറ്റൊക്കെ ക്രമപ്പെടുത്താൻ പോയതായിരിക്കും. അവരുടനെ വരും. ഇതിൻ്റെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ അവർക്ക് ദൂതൊക്കെ കിട്ടും. അങ്ങനെ വളരെ ശാന്തമായി ആരംഭിക്കുമ്പോൾ നമ്മളുടെ ദൃഷ്ടിയിൽ തന്നെ അവരുണ്ട്. അവരൊരു 7-8 പേരിങ്ങനെ കൈയൊക്കെ കെട്ടി മറ്റൊരു ലോകം സൃഷ്ടിക്കുകയാണ്. ചില വാക്കുകൾ, സംസാരങ്ങൾ, ആശയങ്ങൾ, ലോകപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഞാനൊരു 35 മിനിറ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ മടങ്ങി വരുന്ന ലക്ഷണമില്ല. അവരവിടെ തന്നെ നിൽക്കുകയാണ്. ഒന്നും ക്രമപ്പെടുത്താൻ പോയതല്ല. ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അവരിങ്ങനെ പതുക്കെ അകത്തേക്ക് വരാൻ കോളറൊക്കെ പിടിച്ചിട്ട് ഒരുങ്ങുന്നു. അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എവിടെയാണോ ഇരുന്നത് അവിടെ വന്ന് ഇരുന്നു. ആർക്കു വേണ്ടിയാണ് വിളിച്ചത്? എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? സംഘടനകളുടെ പ്രതിനിധികളായിരിക്കുമ്പോൾ ആരാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്? എന്തൊന്നിനാലാണ് നമ്മളുടെ ജീവിതത്തിന് ഭേദം വരേണ്ടത്? നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശ്യത്തിൻ്റെ പൂർണ്ണത എവിടെയാണ് ഉണ്ടാകേണ്ടത്? ഒരു അല്പം ഭാരമുള്ളത് കൊണ്ട് ഷെയർ ചെയ്തത്. കർത്താവിന് ആരിലൂടെയാണ് സംസാരിക്കാനായിട്ടുള്ളത്? എന്താണ് അവരോട് സംസാരിക്കാനായിട്ടുള്ളത്? തിക്കിത്തിരക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൻ്റെ പലവിധ അനുഭവങ്ങളുടെ മധ്യത്തിൽ ഒഴിഞ്ഞോടാൻ ശ്രമിക്കുന്നവരുണ്ട്. കർത്താവ് പറഞ്ഞു, ശാന്തമാകുക, എല്ലാറ്റിനും പരിഹാരമുണ്ടാക്കാം, പോകാൻ വരട്ടെ, നിൽക്ക്. കർത്താവ് ഓടാൻ പോകുന്നവനോടും പോകാൻ പോകുന്നവരോടും പറഞ്ഞു, നീക്ക്, നിനക്കെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതുതന്നെ ഈ ജനത്തിന്, ഈ ദേശത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഉണ്ട്, നിൻ്റെ അനുഭവങ്ങൾ എന്താണോ അതേ അനുഭവങ്ങളിൽ ഒന്നുമില്ലാതെ, അധ്വാനത്തിന് ഫലമില്ലാതെ വറ്റി വരണ്ട ജീവിതാനുഭവങ്ങളിൽ ഒരുപാട് ആളുകൾ രാവിലെ വന്നിട്ടുണ്ട് തിക്കിത്തിരക്കി. അവരെ ഞാൻ പഠിപ്പിക്കട്ടെ, പോകാൻ വരട്ടെ, ഇടുക, നിൻ്റെ പടകിങ്ങോട്ട് നീക്ക് എന്നുള്ളതാണ്. ഇവിടെ ഒരാശയമുണ്ട്. 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ശിമോനുള്ളതായ ഒന്നിലധികം പടകുണ്ട്, ശിമോൻ്റേതായിരിക്കാം. അതിലൊന്നിൽ ഒരെണ്ണം ഇങ്ങോട്ട്, എനിക്ക് 2 വേണ്ട, ഞാൻ 2 തോണിയെ കാലി ഔട്ടുന്നതിനല്ല, ഒന്നിൽ തന്നെ കാലി ഔട്ടും. അതിലൊന്നിൽ അവൻ കയറുന്നു. 1-2 പേരൊക്കെ ശാന്തമായി എല്ലാം അച്ഛൻ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കാരണം നല്ല കാലാവസ്ഥയാണ്. ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, എന്നിലൂടെ, എൻ്റെ അനുഭവങ്ങളിലൂടെ, അത് അനുകൂലവും പ്രതികൂലമാണെങ്കിലും ദൈവത്തിന് സംസാരിക്കാനായിട്ടുണ്ട്. എല്ലാം ശരിയാച്ചു, എല്ലാം ശരിയായി. ശ്രദ്ധിക്കണം, ശിമോനുള്ളതായ ഒന്നിൽ, ആ ഒന്നേതാ? നമ്മുടെ ഒരു കാര്യത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ദൈവം തമ്മിൽ പറയാനുണ്ട്. നമ്മുടെ ഒരുപാട് ആവലാദികളിൽ ഒന്നിലൂടെ, ഓരോന്നിലൂടെയും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനായിട്ട്, ഓരോ കുഴപ്പങ്ങളിലൂടെയും ചില പാഠങ്ങൾ പഠിക്കുവാനായിട്ടും. അങ്ങനെ പഠിച്ചാണ് തിരുത്തി നല്ല വിജയത്തിലെത്തുക. ശ്രദ്ധിക്കുക, നമ്മിലൂടെയും നമുക്കുള്ളതിലൂടെയുമാണ് കർത്താവിന് സംസാരിക്കാനായിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ അനുഭവങ്ങളിലൂടെയാണ് ദേശത്തോട് സംസാരിക്കാനായിട്ടുള്ളത്. വേറൊരുത്തൻ്റെ രോഗത്തിൻ്റെ, തളർച്ചയുടെ
കാഠിന്യം മനസ്സിലാക്കണമെങ്കിൽ, അവൻ്റെ വിശപ്പ് എനിക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, അവൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ, ഞാൻ ആ കടമ്പകളിലൂടെ, ആ വഴികളിലൂടെ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവനായിരിക്കണം. എന്തിനാണ് എൻ്റെ സങ്കടങ്ങൾ? വേറൊരാളിൻ്റെ സങ്കടം ഇന്നതാണെന്ന് തിരിച്ചറിയാനായിട്ട്. എന്തിനാണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ? വേറൊരാളിൻ്റെ ബുദ്ധിമുട്ട് ഇന്നതാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് നിൻ്റെ സങ്കടം പീറ്റർ എനിക്കറിയാം, ശിമോനെ എനിക്കറിയാം, വെയിറ്റ്, നീ പോവുകയാണ്. കാരണം പോകുന്ന വഴിക്ക് നാട്ടുകാർ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? തലകുനിക്കേണ്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും കിട്ടിയില്ല. എത്രയോ തലകുനിക്കേണ്ട അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, ഇല്ലേ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എത്രയോ നാണം കെടേണ്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തമ്പുരാൻ്റെ മുൻപാകെ വളരെ സാവധാനതയിൽ, നിശബ്ദമായി, ആര് തലയെ കുനിച്ചിട്ടുണ്ടോ വളരെ ശാന്തമായി ദൈവം അവരെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. ഞാൻ ധൃതി കൂട്ടി സംസാരിക്കുന്ന ആളല്ല, അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. എവിടെയെല്ലാം ജീവിതത്തിൽ തലകുനിക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഞാൻ വീണ്ടും പറയുന്നു, ആ ഭാഷ ഉപയോഗിക്കുന്നതിൽ എവിടെയെല്ലാം നാണം കെടേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവിടെയൊന്നും നമ്മെ നാണം കെടുത്താതെ, അവിടെയൊന്നും നമ്മുടെ തലയെ കുനിക്കാതെ, കൃത്യം മാറി നിൽക്കാതെ, മറയാതെ, പോകേണ്ട വഴികളിൽ അപ്പുറത്തെത്തിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തിൻ്റെ സ്തോത്രം. മറന്നുപോകരുത്. അതൊക്കെ അങ്ങ് കേട്ടണം. അതെല്ലാം വെച്ചു. ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മിലൂടെയും നമുക്കുള്ളതിലൂടെയുമാണ് കർത്താവിന് സംസാരിപ്പാനായിട്ടുള്ളത്. ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്, പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന്. ഈ പുരുഷാരം എന്ന് പറയുന്നത് കൂട്ടം അല്ലെങ്കിൽ ക്രൗഡ് എന്നുള്ള ഒരർത്ഥത്തിലല്ല നമ്മൾ എടുക്കേണ്ടത്. കൂട്ടത്തിന് പൊതുവായൊരു ലക്ഷ്യമില്ല. ഇപ്പോൾ ഇത്രയും ആളുകൾ ഈ ആറാട്ടുപുഴ ജംഗ്ഷനിൽ ചെന്നാൽ നാട്ടുകാർ പറയും, ഒരു വലിയ ആൾക്കൂട്ടം അവിടെ. പക്ഷേ ആൾക്കൂട്ടത്തിന് ഒരു ലക്ഷ്യമില്ല. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ ചെന്നാൽ, ടൗണുകളിൽ ചെന്നാൽ ഒരുപാട് ആൾ പല കാര്യത്തിനാണ് വരുന്നത്. ഈ കൂട്ടത്തിന് പൊതുവായ ഒരു ലക്ഷ്യമില്ല. എന്നാൽ കൂട്ടം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ വായിക്കാനായിട്ടിടയാണ്. അത് പുരുഷാരം എന്നതൊരു കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. കൂട്ടത്തിന് പൊതുവായൊരു ലക്ഷ്യമില്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക്, സമൂഹത്തിന് പൊതുവായൊരു ലക്ഷ്യം. നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ചില കാര്യങ്ങൾ പഠിക്കണം. ആ ബോധ്യപ്പെടലുകൾക്കനുസരിച്ച് ജീവിതത്തിൻ്റെ ഓരോ ദിവസവും അനുഗ്രഹത്തോടെ യാത്ര ചെയ്യണം. ഇതൊരു കൂട്ടം എന്നതിനേക്കാൾ ഉപരി ലോകം കൂട്ടമെന്ന് പറഞ്ഞിരുന്നാലും നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിത്തീരുക. ക്രൗഡ് ചേഞ്ച് ടു കമ്മ്യൂണിറ്റി. അതുകൊണ്ടൊരു കൂട്ടമായി തീരുക എന്നുള്ളതല്ല, കൂട്ടത്തേക്കാൾ ഉപരി ഒരു കമ്മ്യൂണിറ്റി ആയിത്തീരുക. അതാണ്. ഒരല്പം ഗ്യാപ്പ് ചോദിക്കുകയാണ്. നീ പോകാൻ വരട്ടെ, ആ പടക് ഇങ്ങോട്ട് തരാം. എനിക്ക് ഈ കൂട്ടത്തെ, ഈ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തേക്കാൾ അപ്പുറമായി ചിലത് എനിക്ക് പഠിപ്പിക്കാനായിട്ടുണ്ട് ഈ ജനത്തെ. അതുകൊണ്ടൊരു കൂട്ടമായി വന്ന് എന്തെങ്കിലും പ്രാപിച്ചു പോവുകയല്ല. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണോ അത് സാധ്യമായി തീരണം എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ വാക്യം വളരെ രസകരമായ വാക്യമാണ്. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഈ പടക് ആവശ്യപ്പെടുന്നതിന് മുൻപ് കർത്താവ് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, രാത്രിയിലെ അധ്വാനത്തിൽ നിന്ന് ഒന്നും ലഭ്യമാകാതെ വന്നപ്പോൾ അധ്വാനിച്ചവർ എന്ത് ചെയ്യുന്നു? ഇറങ്ങി വല കഴുകുകയായിരുന്നു എന്നുള്ളതാണ്. ഈ കഴുകൽ ഏത് വിധത്തിലുള്ള ഒരു കഴുകലാണ്? ആരെങ്കിലും വന്നിട്ട് ചോദിക്കുക, ആ പൂണിയാൽ ഇങ്ങനെ വന്ന്
ഇപ്പോൾ ഈ കുറുവാപ്പരൾ ഇറങ്ങുന്ന സമയം എല്ലായിടത്തുള്ള, ഞാൻ ഈ കായംകുളത്തിനടുത്തുള്ള ഒരു സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. വയൽ, തോട്, നല്ല രസമാണ്. നനഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങും കുറുവായെ പിടിക്കാൻ. കുറുവാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അറിയാം. ചിലർ ഇരിപ്പ് കണ്ട ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുപോലെ ഒന്നും കേട്ടിട്ട്. ഒരു വെളുത്ത ഒരു വലയിട്ടും പൂണിയിട്ടും ഒറ്റാലിട്ടും ഒക്കെ പിടിക്കും. നോക്കും, ഒന്നുമില്ല. അതുകൊണ്ട് സ്ഥലം വിടാനുള്ള ഒരു കാര്യം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ആക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴുകലാണ്, നിരാശയുടെ കഴുകലാണ്. ആര് ചോദിച്ചിരുന്നാലും ഒന്നുമില്ല. നമ്മൾ പണ്ട് റിസൾട്ടൊക്കെ വരുന്ന സമയമുണ്ട്, ഈ ജയിച്ചോ തോറ്റോ എന്നറിയാനായിട്ട് ഇല്ലേ? ഇല്ല, നിങ്ങളെല്ലാം നേരെ CBSEയും ICSE ഒക്കെ കഴിഞ്ഞു. ഞാൻ ഈ നാടൻ സ്കൂളിൽ പഠിച്ച ആളാണ്. ഞാൻ പഠിച്ചതിന് ശേഷം ആ സ്കൂൾ അടയ്ക്കുകയും ചെയ്തു. അത്ര വിദ്യാഭ്യാസമാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെ നമ്മൾ പോയി നോക്കും. നമ്മൾ നോക്കുന്നത് മുകളിൽ നിന്നല്ല നോക്കുന്നത്, താഴെ നിന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം അതൊന്നും ജയിക്കാനൊന്നും ഇല്ലെന്ന് പറ്റത്തില്ല. എന്നെ മണ്ടന്മാരില്ല. അങ്ങനെയുള്ളവരെ എവിടെ ദൈവം എടുത്തു വച്ചിരിക്കുന്നത് വേറൊരു കാര്യം. നിരാശ. എന്നാലും ആ നിരാശ മാറ്റാൻ ഒരു വഴി ദൈവം കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊരു അല്പം സാവകാശപ്പെടരുത്, തിരക്ക് പിടിക്കരുത്, ധൃതി കൂട്ടരുത്. അതുകൊണ്ട് ഈ ഇറങ്ങുന്നതും ഈ കഴുകുന്നതും ഒന്നുകൂടെ, ഈ വലയിൽ എന്തോ കുഴപ്പമുണ്ട്, അഴുക്ക് പറ്റിയിരിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് അഴുക്കങ്ങ് മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് ആരംഭിക്കാം. മീനിന് സന്തോഷമാകട്ടെ. ആ കഴുകലല്ല. ഈ കഴുകൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. ഇനിയും നോ ഹോപ്പ്, ഒരാശയ്ക്കും വകയില്ല. കാരണം 1 അല്ല 9 അല്ല 1000 പ്രാവശ്യം നെടുകയും കുറുകയും കിടന്ന് വീശി കിട്ടിയില്ല. അതുകൊണ്ട് കഴുകി അവസാനിപ്പിക്കുകയാണ്. വെറും കൈയോടെയുള്ള ഒരു മടങ്ങിപ്പോക്കിന് വേണ്ടിയുള്ള കഴുകലാണ്. നമ്മളിന്നിവിടെ വന്നത് വെറും കൈയോടെ പോകാനാണോ അതോ എന്തെങ്കിലും കൊണ്ടുപോകാനാണോ? അപ്പോൾ അതാണ് വെറും കൈയോടെ മടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കട്ടെ. ഞാനിന്ന് മനഃപൂർവ്വമായി പ്രസംഗിക്കാനായിട്ട് ഈ സമയമെടുത്തത് കാരണം കഴിഞ്ഞ മാസം വേറൊരു സ്നേഹിതനായിരുന്നു ഞാൻ വന്ന മാസം. ഈ മാസം ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ അതൊരു എന്തോ ഒരു കുഴപ്പം പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഈ മാസം ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, സ്നേഹത്തോട് ചോദിക്കട്ടെ, ഇന്ന് വെറും കൈയോട് ആരെങ്കിലും ഇവിടെ വന്നിട്ട് എന്തോ വെറും കൈ എന്നുള്ള ഉദ്ദേശിച്ച് ഇതില്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ട്? കല്ലെടുത്തെറിയരുത്, ഞാൻ ഇവിടെ പാവപ്പെട്ടവനാണ് താമസം. വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാ, ഒരു ദേഹി പോലുമില്ലാതെങ്ങനെ കടന്നു പോ. വെറും കൈയാണോ? കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ വെറും കൈയോടെ നിൽക്കാനിടയാകും. ഞാൻ ചിലപ്പോഴിങ്ങനെ ഇമാജിൻ ചെയ്യും, നിത്യതയിലേക്കുള്ള പ്രവേശനത്തിന് നമ്മളെ ഇങ്ങനെ നിൽക്കുമ്പോൾ, അങ്ങനല്ല, വേറെ ഏതെങ്കിലും വിധത്തിലായിരിക്കും, ഭാവനയാണ്. കർത്താവ് സിംഹാസനത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ 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 കാണി. എന്താ ഇങ്ങനെ കാണിച്ചതിൻ്റെ അർത്ഥം എന്നാ സൂസനെ? കയറിപ്പോ കയറിപ്പോ കയറിപ്പോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൈ നോക്കണം എന്ന് പറഞ്ഞാൽ എന്നാ? അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കും, ഞാനാണോ ചോദിക്കും. അതെ, നീ തന്നെ. മാറി നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് കണ്ടേ. അത് കഴിയുമ്പോൾ ആരാ അങ്ങനെ മാറുന്നത്? വെറും കൈയായി നാം ചെല്ലും. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കി, അന്യഭാഷ സംസാരിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ. നോ,
എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം വായിച്ച് അറിഞ്ഞ് ചെയ്യുവാൻ ശ്രമിച്ച് ഒരു പ്രാണനെയെങ്കിലും നിനക്ക് കരകയറ്റുവാൻ കഴിയാതെ വന്നാൽ, വെറും കൈയായി ഞാൻ ചെന്നാൽ എങ്ങനെ പ്രവേശിക്കും? അതുകൊണ്ട് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളെ അപഗ്രഥിക്കുന്നതിന് നമുക്ക് കഴിയണം. അതുകൊണ്ട് ആരും വേദപുസ്തകമില്ലാതെ, ഇവിടെ മാത്രമല്ല പള്ളിയിലും ആരാധനകളിലും, ഞാൻ പലപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, എൻ്റെ കുടുംബം യാത്ര ചെയ്യുമ്പോൾ ഞായറാഴ്ചയൊക്കെ ദൂരെയൊക്കെ പോകുമല്ലോ, അപ്പം ഞാൻ പറയുന്നുണ്ട് ആ വരുന്നവരെ ശ്രദ്ധിച്ച് കയ്യിലൊന്നുമില്ലാതെയാണ് പോകുന്നത്. പള്ളിയിൽ പോകുന്നത് ഞായറാഴ്ച രാവിലെ നമുക്കറിയാം, ആ പോക്ക് കാണുമ്പോഴേ അറിയാം പള്ളിയിലോട്ടുള്ള പോക്ക്. എന്നാൽ ചില ആളുകളുടെ കയ്യിൽ തിരുവെഴുത്ത് കാണും, ചില കുഞ്ഞുങ്ങളുടെ കയ്യിൽ തിരുവെഴുത്തുണ്ട്, ചില ആളുകൾ വെറും കൈയോടെ പോകും. ഇത് എടുക്കാൻ മറന്നതാണോ, അതോ ഇതില്ലെങ്കിലും ജീവിക്കാൻ ഞാൻ പ്രാപ്തനായി എന്നതുകൊണ്ടാണോ ഇതില്ലാതെ പോകുന്നത്? കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. ഇതാണ് സത്യത്തിൽ കർത്താവ് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൗഡ് ചേഞ്ച് ടു കമ്മ്യൂണിറ്റി, കൂട്ടമായി പോകുകയല്ല, ഒരു സമൂഹമായി തീരുന്നതിലൂടെയുള്ള ദൈവ ഉദ്ദേശ്യം, അതാണ് നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് പടക് അടുപ്പിച്ച് നിർത്താനായിട്ട് പറയുന്നതും കരയിൽ നിന്നൊരൽപ്പം അകറ്റുവാനായിട്ട് പറയുന്നത്. ഈ പടക് എന്ത് ചെയ്തുകൊണ്ടിരുന്ന പടക? മുമ്പേ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ നേരെയായി, അതിനപ്പുറത്തിരുന്നവർ പതുക്കെ എല്ലാം ശരിയാണെന്ന് പറയാൻ തുടങ്ങി. ഈ പടക് എന്തോ ചെയ്തുകൊണ്ടിരുന്ന പടക? ഇഷ്ടിക കൊണ്ടുപോയിക്കൊണ്ട് പറങ്ങാട്ടി കൊണ്ട് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അല്ല, മീൻ പിടിച്ചുകൊണ്ടിരുന്നവൾ. അപ്പോൾ അതിന് എന്താ ഒരു പ്രത്യേകത? ക്ലൂ തരാം, ചെറിയൊരു സ്മെല്ലുണ്ട് അല്ലേ? അങ്ങനെയാണോ? ഈ സ്മെല്ല് ഉള്ള പടകിലാണ് തമ്പുരാൻ എന്ത് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? അവിടെ എല്ലാം കറങ്ങാനായിട്ട് പോകുന്നതല്ല. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരട്ടെ എന്ന് പറയാനില്ല. എന്തിനു വേണ്ടിയാ? ദുർഗന്ധം വമിക്കുന്ന പടകിനെ യേശു പുൽപ്പറ്റാക്കി മാറ്റുകയാണ് അല്ലേ? ദുർഗന്ധം, ഇത് പുൽപ്പറ്റാണ്. ദുർഗന്ധം വമിക്കുന്ന പടകിനെ യേശു എന്താക്കി മാറ്റുന്നു? പുൽപ്പറ്റ് ആക്കി മാറ്റുന്നു. ഈ ജീവിതം ദുർഗന്ധം വമിക്കുന്നതാണെങ്കിൽ ഇതിനെ പുൽപ്പറ്റാക്കി തീർക്കുവാനായിട്ടാണ് വചനം ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനാ? നിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് പറയാനായിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നീ എടുത്തു വെക്കുമ്പോൾ അതിലെ ഓരോ കാര്യങ്ങളിലൂടെ എനിക്കും നിന്നോട് പറയാനായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ രാത്രിയിലെ അധ്വാനം മുഴുവൻ നിഷ്ഫലമായി പോയത് എന്നുള്ളതാണ്. കർത്താവ് പടക് ചോദിക്കുന്നു, അവൻ ധൃതി കൂട്ടിയില്ല, അവൻ പടകൊരുക്കി കൊടുത്തു, കർത്താവ് അതിൽ കയറി സംസാരിച്ചു ഇല്ലേ? സംസാരിച്ച് തീർന്നപ്പോൾ, 4-ാം വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു. അതിനായി വേദപുസ്തകം കയ്യിലുണ്ടായിരിക്കണമെന്ന് പറയുന്നത്. സംസാരിച്ച് തീർന്നപ്പോൾ, എന്ത് സംസാരിച്ച് തീർന്നപ്പോൾ? ആ ദേശത്തോടെ എന്താണ് കർത്താവിന് സംസാരിക്കാനായിട്ടുണ്ടായിരുന്നത്, അത് സംസാരിച്ച് തീർന്നപ്പോൾ. ആരിലൂടെ സംസാരിച്ചു? എൻ്റെ ചിന്ത, ജീവിതത്തിൽ വെറും കൈയോടെ ആരും ഈ ലോകത്തിൽ നിലകൊള്ളാൻ പാടില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നവരെല്ലാം വിലപ്പെട്ടവരാണ്. അവരുടെ ജീവിതത്തിൽ ഉള്ളതെല്ലാം വിലപ്പെട്ടവർ, ഒന്നും നഷ്ടമായി പോവുകയില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എണ്ണമറ്റ നന്മകൾ, സാധ്യതകൾ, അതെല്ലാം വളരെ വിലപ്പെട്ട സാധ്യതകളാണ്. 4-ാം വാക്യത്തിൽ എന്താ എഴുതിയിരുന്നത്? സംസാരിച്ച് തീർന്ന ശേഷം. മറക്കല്ലേ, സംസാരിച്ച് തീർന്ന ശേഷം. കർത്താവ് എന്ത് പറഞ്ഞു? വായിച്ചു നോക്ക്. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി
മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു, അല്ലേ? സംസാരിച്ച് തീർന്നപ്പോൾ ശിമോൻ പത്രോസിനോട് പറഞ്ഞു, എവിടേക്ക് ഇറക്കണം? ആഴത്തിലേക്ക് നീക്കി വല ഇറക്കണം എന്നാണ്. അപ്പോൾ 5-ാമത്തെ വാക്യത്തിൽ അതിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന്. എനിക്ക് തോന്നുന്നു 5-ാമത്തെ വാക്യം 4-ാമത്തെ വാക്യമായിട്ട് എഴുതിയിരുന്നെങ്കിൽ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ആഴത്തിലേക്ക് നീക്കി. എങ്ങനെ മനസ്സിലായി കർത്താവിന്? അത് മനസ്സിലാക്കാൻ എന്നാ പ്രയാസം വെച്ചാൽ, കണ്ടാൽ അറിയത്തില്ല, അവനെ നിപ്പ് കണ്ടാൽ അറിയത്തില്ല അവൻ എൻ്റെ കയ്യിൽ എന്നാ സാധ്യത. ആരും ഒന്നും പറയണ്ട, ഒരു കാര്യവും നമ്മൾ കുത്തും കോമയും ഇട്ട് പറയണ്ട. അതുകൊണ്ടാണ് ഈ പീറ്റർ പിന്നീട് പറഞ്ഞുകൊണ്ട്, കർത്താവേ നീ സകലവും. ഹി നോസ് എവരിത്തിങ്. അവനെല്ലാം അറിയുന്ന ദൈവം. അകത്തളങ്ങളിൽ ചിന്തിക്കുന്ന വിഷയങ്ങളല്ല, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളല്ല, ചിന്തിക്കാൻ പോകുന്നതും പറയാൻ പോകുന്നതും എന്താണെന്നും അവൻ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ദൈവം. നാം ഇവിടേക്ക് യാത്ര ആരംഭിച്ചത് എന്തിനാണെന്ന് ഇറങ്ങുന്നതിന് മുൻപ് അറിഞ്ഞ ഒരു ദൈവമാണ്. എങ്ങനെ ഇവിടെ നിന്ന് വചനം കേൾക്കുമെന്ന് കാണുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ അത് സ്വീകരിച്ച് മടങ്ങുമെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് ചിലർക്ക് പിടികിട്ടുന്നുണ്ട്, ഞാനീ പറയുന്നത് എല്ലാവർക്കും പിടികിട്ടുന്നുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇതിനെ ഒപ്പി എടുക്കുന്നത്, ഒന്നും താഴെ കളയാതെ പറക്കിയെടുക്കുന്നവർ ഇതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണോ അത് അതുപോലെ പറക്കിയെടുക്കണം എന്നുള്ളതാണ്. പത്രോസ് പറഞ്ഞു, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ എന്ത് ചെയ്യാം. ഈ പത്രോസ് എന്തുകൊണ്ടാ അതനുസരിച്ച്? ഈ മീൻപിടുത്തത്തിൻ്റെ എക്സ്പേർട്ട് പത്രോസാണോ കർത്താവാണോ? ഏറ്റവും കൂടുതൽ വീശിയിട്ടുള്ളത്, മറ്റേ വീശലല്ല ഞാൻ പറഞ്ഞത്, ഈ വല വീശിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വീശിയിട്ടുള്ള ആരാ? അപ്പോൾ ഈ കടലിൽ, ഈ തടാകത്തിൽ എവിടെ മീനുണ്ട് എന്ന് ലോകപരമായി ചിന്തിച്ചാൽ നന്നായി അറിയാവുന്ന ആർക്കാ? എന്നിട്ട് ഈ പത്രോസ് എന്താ ചോദിക്കാൻ? ആവശ്യമില്ലാത്ത അവിടെ എല്ലാം ഞാൻ വീശിയ, പിന്നെ വീച്ച എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നുമില്ല. എന്താ അങ്ങനെ പറയാൻ? നിനക്കെന്നെ അറിയാൻ കർത്താവേ, ഈ തടാകത്തിലെ മീനിനെ കുറിച്ച് നിനക്കെന്നെ അറിയാം. എനിക്കറിയാവുന്നതിൻ്റെ പകുതി നിനക്കറിയാവും. നിനക്കറിയാവും. എന്നാ നീ പറയുന്നത് എന്ന് പത്രോസ് ചോദിക്കാൻ ഞാൻ എന്താ? ഇതെന്നെ അച്ഛനാ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് കർത്താവ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ചോദിക്കാഞ്ഞത്? നിനക്കെന്തറിയാൻ കർത്താവേ? ചോദിക്കാനൊക്കത്തില്ല. ചോദിച്ചാൽ കർത്താവ് തിരിച്ചു ചോദിക്കും, നിനക്കറിയാവുന്നതുകൊണ്ട് എന്നാ ഗുണമുണ്ടായെന്ന് ചോദിക്കും. ശിമോൻ ചോദിക്കുകയാണ്, നിനക്ക് മീൻപിടുത്തത്തെക്കുറിച്ച് എന്തറിയാൻ കർത്താവേ എന്ന് ചോദിച്ചാൽ തിരിച്ചു ചോദിക്കും, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അറിയാവുന്നത് കൊണ്ട് വല്ല ഗുണമുണ്ടായോ? നമുക്കറിയാവുന്നതൊന്നും ചിലപ്പോൾ പ്രയോജനപ്പെടത്തില്ല. വിദ്യാഭ്യാസം ചിലപ്പോൾ പ്രയോജനപ്പെടാതെ വരും. എഴുതി തന്നവർ ഭാരത്തോട് എഴുതി തന്നതാ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തുറന്നിട്ടില്ല വാതിൽ. തുറക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കും. വീടിൻ്റെ മുൻപിൽ കാറ് കിടപ്പുണ്ട്. ഞാനൊരു ക്രിസ്മസിന് ഒരു പള്ളിയിൽ പാട്ടുപാടി സ്നേഹിതരോട് ചെന്നപ്പോൾ ക്രിസ്മസ് ഫാദറിനെ കണ്ട് വരുണ്ട്. 1.5 വയസ്സ് പ്രായമുള്ളൊരു കൊച്ച് സൈഡ് കെട്ടാത്ത കാർപോർച്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. റോഡ് നിരപ്പായിരുന്നു അവരുടെ വീട്ടിലോട്ടുള്ള, പക്ഷേ അടിയിൽ ആണ് അവരുടെ കിച്ചണും ബാക്കിയുള്ള കാര്യങ്ങൾ. ഭൂമിയുടെ കിടപ്പങ്ങനെ. ഈ 1.5 വയസ്സുകാരി ഏണ്ടൊരു 8.5 അടി 9 അടി താഴോട്ട് വീണാൽ അങ്ങനെ കിടക്കും.
ഞാൻ ആ കൊച്ചിനെ എടുത്തുകൊണ്ടൊരു ഓട്ടോ ഓടി ആശുപത്രി. പോകുന്ന വഴിക്ക് ഒരു ആൻറ്റിയോട് പറഞ്ഞു വാഹനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പോയി. ഞങ്ങൾ പാടിയതുകൊണ്ട് കർത്താവേ, മരണം വരെ ഇത് ഓർമ്മയിൽ നിന്നാൽ വല്ലാത്ത സങ്കടമായി തീരുമല്ലോ കർത്താവ്. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ കയറി. ഡോക്ടർമാർ ചെയ്യാവുന്ന എല്ലാ പരിശോധനകളും ചെയ്തു. രാത്രി 3 മണിയായപ്പോൾ, വെളുപ്പാങ്കാലമായപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. ഒരു കുഴപ്പവും കൊച്ചിനില്ല. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ കൊച്ച് നന്ദി പറഞ്ഞ് ഇട്ടത് ഞാനിപ്പോഴും മായ്ച്ചു കളഞ്ഞിട്ടില്ല. കൊച്ച് വലുതായി, മിടുക്കിയായി. വീട്ടിൽ വണ്ടിയുണ്ട്, പക്ഷേ ഡ്രൈവർ 7 കിലോമീറ്റർ ദൂരെയാണ്. വാഹനം വീട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രയോജനപ്പെടണമെന്നില്ല. പണം ബാങ്കിലുണ്ടെന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടണമെന്നില്ല. വിദ്യാഭ്യാസവും സ്ഥാനവും അധികാരമുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രയോജനപ്പെടേണ്ട സമയത്ത് പ്രയോജനപ്പെടത്തില്ല. പടകൊണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും വീശാൻ അറിയാമെന്ന് പറഞ്ഞതുകൊണ്ടും മീൻ എവിടെയാണെന്നറിയാം, അതുകൊണ്ടൊന്നും പ്രയോജനപ്പെടത്തില്ല. ദൈവം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ഇടപെട്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും അനങ്ങുകയുള്ളൂ. അതിനാ ഇവിടെ വന്നിരിക്കും. ഞാനായാലും വേറൊരാളായാലും ദൈവം ഇടപെടാതെ നടക്കേണ്ട കാര്യങ്ങൾ നടക്കില്ല പ്രിയപ്പെട്ടവരെ. ചിലതൊക്കെ നടക്കുമായിരിക്കും, പക്ഷെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും അതിൻ്റെ ഒരു നല്ല പരിസമാപ്തിയിലും ഒരു കാര്യം എത്തണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇടപെടണം. അതിന് ചില പാഠങ്ങൾ, പടകൊണ്ട്, അറിവുണ്ട്, അനുഭവസമ്പത്തുണ്ട്, പാഠവിശേഷിയുണ്ട്, എല്ലാം അറിയാം. പക്ഷെ ഒന്നുമില്ല. അധ്വാനം മുഴുവൻ എന്ത് ചെയ്യുന്നു? നിഷ്ഫലമാണ്. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ജീവിതം പര്യവസാനിപ്പിക്കാനായിട്ടൊക്കെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു അനുഭവം. അപ്പോൾ ഒരു വാച്ച് ആൻഡ് എയ്ഡ് സർവീസിന് അദ്ദേഹം തീർച്ചപ്പെടുത്തി, ഇന്ന് രാത്രിയിലൂടെ ഞാൻ പള്ളിയിൽ പോകും, അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വഴി അതിനനുസരിച്ച് നീക്കും. പക്ഷേ അന്ന് രാത്രിയിൽ ഗസ്റ്റായി വിളിച്ച അച്ഛൻ കുർബാന എടുത്ത് ആരാധനാ മധ്യേ പ്രസംഗിച്ചു. ഈ മനുഷ്യൻ ഏറ്റവും പുറകിലാണ് ചെന്നിരിക്കുക, ഒരു കോണിൽ. പക്ഷേ ആ വൈദികൻ പ്രസംഗിച്ചപ്പോൾ വിരൽ ചൂണ്ടി പറഞ്ഞു, ഇന്ന് ഒരു വർഷത്തിൻ്റെ അവസാന ദിവസമാണ്, കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും നേടിയില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ പരിശുദ്ധാലയത്തിൻ്റെ തണലിലുണ്ടെങ്കിൽ നിന്നെയും അല്പമായെങ്കിലും നിനക്ക് നൽകുന്ന ജീവിത വഴികളിൽ നിന്ന് സാധ്യതകളെയും കർത്താവിൽ സമർപ്പിച്ച് പങ്കുവെച്ച് ആരംഭിക്കുക. ദൈവം നിൻ്റെ ഗതിയെ അനുഗ്രഹമാക്കി തീർക്കും. അയാൾ പറയുകയാണ്, എന്നുവെച്ചാൽ ഈ ഇരിക്കുന്ന വേദപുസ്തകങ്ങളുണ്ട്, ലോറി കണക്കിനാണ്. ഹിന്ദിയും മറ്റ് ഭാഷകളിലുള്ള ഇംഗ്ലീഷിലുമൊക്കെയുള്ള ഭാഷ. ആ വാക്ക് ഞാൻ 2-3 വർഷത്തിന് മുൻപ് കേട്ടനുസരിച്ചു. എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്കുള്ളതിനെയും കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചു. ദൈവം എൻ്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ബാങ്കിൽ നിക്ഷേപം കൂടുമ്പോൾ 90 ഉള്ളപ്പോൾ 10 കൂടെ ഉണ്ടെങ്കിൽ 100 ആക്കാമെന്ന്, 900 ഉള്ളപ്പോൾ 100 കൂടെ ഉണ്ടെങ്കിൽ 1000 ആക്കാമായിരുന്നു, 9000 ഉള്ളപ്പോൾ 1000 കൂടെ ഉണ്ടെങ്കിൽ 10000 ആക്കാമായിരുന്നു. അങ്ങനെ കൂട്ടിച്ചേർത്ത് വർദ്ധിപ്പിച്ച് അതിൽ സന്തോഷിക്കുന്നതിൽ, അതിൽ നിന്ന് അടർത്തി മാറ്റാവുന്നത് തമ്പുരാനുള്ളത് തമ്പുരാന് കൊടുത്തും ഒരായുസുള്ളത് ദൈവകരങ്ങളിൽ തുറന്നു വെച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയോ അന്നു മുതൽ ജീവിതം കാര്യത്തെ ക്രമപ്പെടുത്തുവാൻ, ദൈവം കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ തുടങ്ങി എന്നാണ് എൻ്റെ. യേശുവിന് എന്തറിയാം എന്നവൻ ചോദിക്കുന്നില്ല. 6-ാമത്തെ വാക്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. വേഗം അവസാന ഭാഗത്തേക്ക് വരാം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. എവിടോട്ട് നീക്കി വല വീശാനാ പറഞ്ഞേ? ഒന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ആഴത്തിലേക്ക് നീക്കി. യേശു പറഞ്ഞ ആഴം വല എറിഞ്ഞ ആഴമല്ല, അവൻ്റെ വാക്കുകളുടെ ആഴമാണ്. മനസ്സിലായോ? യേശു പറഞ്ഞ ആഴം, ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ യേശു പറഞ്ഞ ആഴം
വലയെറിഞ്ഞ ആഴമല്ല, യേശുവിൻ്റെ വാക്കുകളുടെ ആഴമാണ്. അതാണ് നിൻ്റെ വാക്കിന് ഞാൻ എന്ത് ചെയ്യാം, വലയിറക്കാം. അതുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അവൻ നിങ്ങളോട് കൽപ്പിച്ചാൽ എന്ത് ചെയ്യണം, അത് ചെയ്യണം. എന്താ ദൈവം നമ്മളോട് കൽപ്പിച്ചത്, കൽപ്പിക്കാൻ പോവുക, അത് പറഞ്ഞ് അവസാനിപ്പിക്കും. അത് മറക്കണം. ദൈവം നമ്മളോട് എന്ത് ഈ പന്തലിൽ, ഈ വചനകൂടാരത്തിൻ്റെ തണലിൽ നിന്ന് ആരായിക്കോട്ടെ, എന്ത് പ്രശ്നമായി, ആർക്കാ പ്രയാസമില്ലാത്ത, ആർക്കാ സങ്കടമില്ലാത്ത, ആർക്കാ സമ്മർദ്ദമില്ലാത്ത, എല്ലാവർക്കും പ്രശ്നമുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. എന്ന് വിചാരിച്ച് നമുക്ക് മരിക്കാനൊക്കും ഇല്ല. പിന്നെ നമ്മളെ ജീവിപ്പിച്ച് ഈ ഭൂമിയിൽ ഒരായുസിൻ്റെ ധന്യത അനുഗ്രഹമാക്കി തീർക്കുന്നത് കർത്താവാണ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ പറഞ്ഞു. യേശു പറഞ്ഞ വാക്കിൻ്റെ ആഴം അതുപോലെ ഏറ്റെടുത്ത് അവരനുസരിച്ചപ്പോൾ പെരുത്ത മീൻകൂട്ടം. എന്താ പെരുത്ത മീൻകൂട്ടം? അതിൻ്റെ വലിപ്പം നിമിത്തം വല കീറാറായി, അല്ലേ? അങ്ങനല്ലേ? ആ പെരുത്ത മീൻകൂട്ടത്തിൻ്റെ വലിപ്പം നിമിത്തം എന്ത് ചെയ്യുന്നു? വല കീറാറാണ്. ആ വലിപ്പം മീൻ്റെ വലിപ്പമല്ല, യേശുവിൻ്റെ വലിപ്പമാണ്. യേശു നമ്മളുടെ ജീവിതത്തിൽ ആരാണ്? പെട്ടെന്ന് നിർത്താം. നമ്മളൊക്കെ പറയും യേശു എൻ്റെ രക്ഷിതാവ്, എൻ്റെ കർത്താവ്, എൻ്റെ വീട്ടിൽ. ആര് പറഞ്ഞല്ലെന്ന് ഒരു സംശയമില്ല, എല്ലാം ശരിയാണ്. എന്നാൽ വാട്ട് ഈസ് യുവർ സ്പെഷ്യൽ ഒപ്പീനിയൻ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്? നമ്മളുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ യേശു നമുക്കാരാണ്. അത്രയേ ഉള്ളൂ. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു നമുക്കാരാണ്. അതറിയണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ. ഈ ലോകത്തിൻ്റെ എല്ലാ കലവിലകളുടെ നടുവിൽ നിന്നും മനഃപൂർവമായി എനിക്കൊരു ബന്ധം ഈ പറഞ്ഞ ആളിനോട് വേണമെന്ന് മനഃപൂർവ്വം താല്പര്യപ്പെട്ടു. അങ്ങനെ ഒരു മനസ്സ് ഒരുക്കിയെടുത്ത് വളരെ ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിൽ എവിടെയെങ്കിലും ബഹളവും മേളവും ഇല്ലാത്തടത്ത് ഇരുന്ന് നോക്ക്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ യേശുവിൻ്റെ വലിപ്പം നീ തിരിച്ചറിയും. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ വലിപ്പം തിരിച്ചറിയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ വലിപ്പം കാണിക്കുന്നതിലൂടെയല്ല. അത് നിങ്ങൾ ഞാനും കാണിച്ചാൽ ഇത്ര കാലമേ ഉള്ളൂ. ഈ കണ്ണടയുമ്പോൾ എല്ലാ വലിപ്പവും അവസാനിക്കും. എന്നാൽ ഞാൻ മരിച്ചിരുന്നാലും മനുഷ്യ മനസ്സുകളിൽ ഞാൻ മരിക്കാതെ വണ്ണം എന്നും ജീവിക്കുന്നവളായി തീരണമെങ്കിൽ യേശു നമ്മളുടെ ജീവിതത്തിൽ വലുതായി തീരണമെന്നുള്ളതാണ്. അതാണ് പ്രധാനം. യേശു നമ്മളുടെ ജീവിതത്തിൽ വലുതായി തീരണം. ഇതാ സത്യസുവിശേഷം. ഇതിനപ്പുറത്തൊരു സുവിശേഷമില്ല. മീൻ്റെ വലിപ്പം യേശുവിൻ്റെ വലിപ്പത്തെയാണ്, ശാരീരികമായ വലിപ്പമല്ല. അതൊരു സാധാരണക്കാരനായ മനുഷ്യൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും നടക്കുന്നതിന് എന്നാ വലിപ്പം പറയാനാണ്? എന്നാൽ അവൻ്റെ വാക്കിൻ്റെ വലിപ്പം വലിയ വലിപ്പം തന്നെയാണ്. ലോകപ്രകാരം അവൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനെ പോലെ ചൂടുകൾ വെച്ചിരുന്നാലും അവൻ പറഞ്ഞാൽ കടൽ ശാന്തമാകും, അവൻ പറഞ്ഞാൽ കാറ്റ് അടങ്ങും, അവൻ പറഞ്ഞാൽ ചിലത് സംഭവിക്കും. സംശയമുണ്ടെങ്കിൽ ചോദിച്ചു, ശരിക്കും ചോദിച്ച് സംശയിച്ചാൽ പോലും ആ സംശയത്തെ മാറ്റിയിട്ട് കരുതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ള. സംശയം നിൻ്റെ മനസ്സിലിരിക്കുന്നത് അതുകൊണ്ട് കരുതുന്ന ദൈവമല്ല എന്നുള്ളത് അങ്ങനെ ചെയ്യത്തില്ല. സംശയമുള്ളപ്പോൾ പോലും കൈവിടാത്ത ഒരു ദൈവമാണ് ദൈവമക്കൾക്കുള്ളത്. അവൻ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും രാത്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞതാണോ വരാൻ പോകുന്നതാണോ? അധ്വാനിച്ചത് വരാൻ പോകുന്നതാണോ അധ്വാനിച്ചത് കഴിഞ്ഞതാണോ? അപ്പോൾ രാത്രി പുറകിലായി ഇല്ലേ, കഴിഞ്ഞു, പാസ്റ്റായി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്, നാഥ രാത്രി മുഴുവൻ
എങ്കിലും നിൻ്റെ വാക്കിന് ജീവിത വിജയത്തിനൊരു തിരിഞ്ഞുനോട്ടം നമുക്ക് ആവശ്യമാണ്. ജീവിത വിജയത്തിന് എന്താ ആവശ്യം? കർത്താവാണോ നമുക്ക് വലുത്, നാം ആണോ നമുക്ക് വലുത്? മിക്കവാറും അതാ പറച്ചിൽ അവസാനിക്കരുത് പ്രിയപ്പെട്ടവരെ, അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി. കർത്താവിൻ്റെ ആവശ്യമാണോ പ്രധാനം, നമ്മുടെ ആവശ്യമാണോ? അതിനാരും മിണ്ടുന്നുമില്ല. എന്നാ ചോദ്യമായത്? 100 രൂപ തന്നിട്ട് എത്ര രൂപ നമ്മളോട് എടുത്തോളം പറഞ്ഞു? മലയാള സാറാ കണക്ക് പഠിപ്പിച്ചു. 100 രൂപ തന്നിട്ട് ഇത്ര രൂപ നിങ്ങൾ എടുത്തോ, ഇത്ര രൂപ 90 രൂപ എനിക്ക് വേണം, 10 രൂപ നിങ്ങൾ എടുത്തോളം പറഞ്ഞു. കൂടുതൽ ആർക്ക് തന്നു? നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മളെക്കാൾ അറിയാവുന്ന. ഈ 10 ചോദിക്കുമ്പോഴും പറയും ടൈറ്റാണ്, ബെൽറ്റ് കെട്ടിയിരിക്കുക, ടൈറ്റ്, ശ്വാസം വിടാൻ വയ്യാത്ത ടൈറ്റ്. എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ ഞാൻ വന്ന് പ്രാർത്ഥിക്കും, കർത്താവെ ഇന്ന് 2-3 ഏടാകൂടങ്ങൾ മുമ്പിൽ വന്നു, വെട്ടിച്ചും ചാടിച്ചും. ആ ഏടാകൂടങ്ങളുടെ ഒന്നും മുമ്പിൽ വീഴാതെ വാഹനത്തെയും ജീവനെയും സംരക്ഷിച്ച ദൈവമേ നിനക്ക് സ്തോത്രം. ഒരു ചെറിയ നട്ട് വന്ന് ഒരു ബൈക്കിൻ്റെ സ്റ്റാൻഡ് വന്ന് കൊണ്ടാൽ മതി. ആ വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അവൻ 2800 മേടിക്കും. ഒരു പോറലും ഏൽക്കാതെ വളരെ സാവധാനതയിൽ ഓരോ ദിവസവും ഇവിടെ കൊണ്ടുവന്നിടുമ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പറയും, ദൈവമേ പകലന്തോളും പരിപാലിച്ച ദൈവമേ നിനക്ക് സ്തോത്രം. ജീവന് മാത്രമല്ല, ഈ നെട്ടോട്ടത്തിൽ ഉണ്ടാകുന്ന സമയത്തെ കീറി തിന്നുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുവിക്കുന്ന ദൈവമേ നിനക്ക് സ്തോത്രം. വൈതരണികളുണ്ടാകും, സ്വാഭാവികമാണ്. എന്നാൽ അവിടെയും നമ്മെ പരിപാലിക്കുന്ന ദൈവം. ജീവിത വിജയത്തിന് എന്താവശ്യം? ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യം. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളിലൂടെ എത്ര പേര് പോയിട്ടുണ്ട്? എത്ര പ്രാവശ്യം തിരിച്ചും മറിച്ചും നമ്മൾ കണക്ക് കൂട്ടിയിട്ടാണ് പലചരക്ക് സാധനം വാങ്ങിച്ച കടയിൽ മാസത്തിൽ കൊടുക്കുവാനുള്ള പണം കൊടുത്തത്. 400 രൂപ കൊടുക്കാനുള്ളിടത്ത് 250 കൊടുത്തു, അവിടെ കൊടുക്കാനുള്ളിടത്ത് പകുതി കൊടുത്തു, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുത്തു. നിന്നും നിർത്തിയുമല്ലേ എത്രയോ ആളുകൾ ജീവിച്ചത്. ഇന്നോ അതിൽ നിന്നൊക്കെ ഭേദപ്പെടുത്തി എത്രയോ ആളുകളെ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അതിശയകരമായി നിലനിർത്തിയ ഒരു ദൈവം, വിപത്തിൻ്റെ കാലത്ത് കൂടെ ഇരുന്ന ദൈവം, ഈ നന്മയുടെ കാലത്ത് ദുഃഖമനുഭവിക്കുന്നവരോട് ചേർന്നായിരിക്കാൻ എൻ്റെ സാധ്യതകൾ, എൻ്റെ സമയം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ മധ്യസ്ഥത, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന നന്മകൾ, രാത്രി മുഴുവൻ അധ്വാനിച്ചു. കഴിഞ്ഞതാണ് രാത്രി. ഞാൻ പറഞ്ഞു, ജീവിത വിജയത്തിന് എന്ത് മക്കളെ ആവശ്യം? ഒരു തിരിഞ്ഞു നോട്ട്. എനിക്ക് തോന്നുന്നു ഒരാളെങ്കിലും ഇത് മനസ്സിലാക്കി കാണും. എല്ലാവരും കേട്ടു. ആരാണ്? ഒരു പക്ഷേ നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കി കാണും, ഏറ്റെടുത്ത് കാണുമെന്ന്. ഒരാളെങ്കിലും ഈ പറയുന്ന അർത്ഥത്തിൽ അതേറ്റെടുത്താൽ, യെസ്, റിഫ്ലക്റ്റ് ചെയ്തു, ഒരാളെങ്കിലും ഏറ്റെടുത്ത് ഇന്നത്തെ ഈ കൂടിവരവ് അനുഗ്രഹമായി പോയി. ഞാൻ അങ്ങനെ തന്നെ തീർച്ചപ്പെടുത്തി നിൽക്കുന്ന ഒരാളാണ്. ഒരു വ്യത്യാസവും വരുത്തത്തില്ല. നിൻ്റെ കാൽച്ചുവട്ടിൽ സാധ്യതകളുണ്ട്. നീ കഴിഞ്ഞ രാത്രിയിൽ എറിഞ്ഞതാണ്, ഇടം വലം നോക്കാതെ എറിഞ്ഞതാണ്, പടകിൻ്റെ വലതുവശത്ത്. ദൈവം ചൂണ്ടുന്ന സ്ഥലമാണ് റൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്. ദൈവം ചൂണ്ടുന്ന ഇടത്തേക്കാണ്. അത് കുടുംബജീവിതമാണെങ്കിലും ഔദ്യോഗിക ചുമതലകളാണെങ്കിലും പഠന മേഖലകളാണെങ്കിലും. നിർത്താൻ പോവുകയാണ്. ആഴത്തിലേക്ക്, അവിടോട്ട് ദൈവം ചൂണ്ടുന്ന സ്ഥലത്തേക്ക് കണ്ണ് പതിക്കാൻ കഴിയും. ദൈവം ചൂണ്ടുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ കഴിയും. കാൽച്ചുവട്ടിലാണ് സാധ്യത. കാൽച്ചുവട്ടിൽ നീ നിലവീശ്. കാൽച്ചുവട്ടിൽ നമുക്കറിയത്തില്ല. നമ്മുടെ ഈ തൊട്ടടുത്തിരിക്കുക, നമ്മുടെ പള്ളിയിൽ അടുത്തിരിക്കുകയാണ്.
അവൻ എന്തിനായിരുന്നു കരഞ്ഞെന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ അവരോട് ചോദിക്കത്തില്ല. പോകുന്ന വഴിക്ക് വേറൊരാളിനോട് ചോദിക്കും. അവിടെ ഇരുന്ന് എന്തോ വീർപ്പ് മുട്ടുന്നത് കണ്ട്. നിനക്കറിയാവോ പ്രശ്നം? അറിയില്ല. നാട്ടുകാരോട് ചോദിക്കുക അവളുടെ പ്രശ്നം എന്താ, അവൻ്റെ പ്രശ്നം. അടുത്തിരുന്ന് കരഞ്ഞത്. മോനെ ഒരു മിനിറ്റ് അവിടെ ഇരിക്കും, നീ ഭാരപ്പെടുന്നത് കണ്ട് ഞാൻ ശ്രദ്ധിച്ചു. ഞാനും വേറൊരു വിഷയത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഒന്നിരിക്കാം എൻ്റെ കൂടെ. ഞാൻ 2 കാര്യങ്ങൾ നിന്നോട് പറയാം. ചായ എനിക്കെന്നാ വിഷയം. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് പറയും. 1ഉം 2ഉം പറയുകയല്ല. കാൽച്ചൂട്ടിൽ അസാധ്യം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്നടത്ത് പ്രാർത്ഥനയിൽ പോകുന്നു, നമുക്കൊരുമിച്ച്. എൻ്റെ വണ്ടിയുണ്ട്, ഞാൻ കൊണ്ടുപോകാം. അവളെയും കൂടെ വിളിക്കും, കൊച്ചും വരുന്നുണ്ട്, 4 പേർ കൂടെ പോകാം. ആ ചായൻ എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയത് കൊണ്ടും അന്ന് ലഭിച്ച വചനം കൊണ്ടും ഞാൻ തിരുത്താൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഒരുപാട് ആളുകൾ കേട്ടുകൊണ്ടിരിക്കും. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരും എവിടെ ഇരുന്ന് കേട്ടിരുന്നാലും, ലോകത്തിൻ്റെ അറ്റം വരെ കേട്ടിരുന്നാലും ഓർക്കണം. ഒരാൾ ചോദിച്ചു ലോകം അവസാനിക്കുന്നതെന്ന്. എന്നാ ഉത്തരം പറയാം? യേശുവിന് പോലും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണടയുമ്പോൾ എൻ്റെ ലോകം അവസാനിച്ചു, നിൻ്റെ കണ്ണടയുമ്പോൾ നിൻ്റെ ലോകം അവസാനിച്ചു. എൻ്റെ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്തില്ലെങ്കിൽ എന്നാ പ്രയോജനം? 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 1, അവിവേകം മരിക്കണം. 2, സ്വയം ക്രൂശിക്കപ്പെടണം. എടുത്തിയാട്ടം പാടില്ല. രാത്രി മുഴുവൻ അതൊക്കെ കിടക്കട്ടെ. രാത്രി മുഴുവൻ അധ്വാനിച്ചെങ്കിൽ പ്രയോജനമൊന്നുമില്ല. എടുത്തിയാടി വർത്താൻ സാവകാശപ്പെടും. രാത്രി മുഴുവൻ പറഞ്ഞത് ആദ്യം അങ്ങോട്ട് കേൾക്കുക. ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരുപാട് പറയാൻ കാണും. ഇത്ര നേരം പറഞ്ഞില്ലേ, കണ്ടില്ലേ, കേട്ടില്ലേ, മനസ്സിലാക്കിയില്ലേ, എനിക്ക് മനസ്സിലായില്ലേ, നിൻ്റെ പടക് ഞാൻ കണ്ടില്ലേ, പൂണി ഞാൻ കണ്ടില്ലേ, വല കണ്ടില്ലേ, കഴുകാൻ പോയ, കയറാൻ പോയ, എല്ലാം കണ്ടില്ലേ. ഇങ്ങോട്ട് ഒത്തിരി നേരം കൊണ്ട് പറയണേ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കും. നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവ് പറയുന്നതൊന്നും കേൾക്കാൻ നമുക്ക് മനസ്സിലാവും. അവിവേകം അത് മരിക്കണം. ഇനിയില്ല, ഇനിയും കർത്താവ് പറയുന്നത് ഞാൻ കേൾക്കട്ടെ. കീറാറായി. എന്ത്? അപ്പോൾ അവൻ ഒരു കാര്യം ചെയ്തു. മറ്റേ പടകിലുള്ളവരെ, ഈ അനുഗ്രഹം പങ്കുവയ്ക്കാനാണോ അതോ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ളതാണോ? എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. പങ്കുവയ്ക്കാനല്ലാതെ ഒരനുഗ്രഹവും ദൈവം നമുക്ക് നൽകിയിട്ടില്ല. ഈ വല അങ്ങോട്ട് കീറാറായി, പടക് മുങ്ങാറായി, മറ്റേ പടകിലുള്ളവരെ വിളിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു 8ാമത്തെ വാക്യത്തിൽ, അവൻ കാൽക്കൽ വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവനെന്തോ ചെയ്തു? അങ്ങനല്ലേ? 8ാമത്തെ വാക്യത്തിൽ കാൽക്കൽ. ഈ അനുഗ്രഹം അഹങ്കരിക്കാനാണോ അനുദപിക്കാനാണോ? ഈ കാൽക്കൽ വീണത് അഹങ്കരിച്ചതിൻ്റെ ആണോ അനുദപിച്ചതിൻ്റെ ഭാഗമാണ്? എല്ലാത്തിനും ഉത്തരവുണ്ട്. പാട്ടായിരുന്നെങ്കിൽ ഫുൾ വിജയമായിരുന്നു. ഫുൾ A+കാരാ. അനുഗ്രഹം ഒരിക്കലും അഹങ്കരിക്കാനായിട്ടുള്ളതല്ല. അനുഗ്രഹം എപ്പോഴും അനുദപിക്കാനായിട്ട്. കർത്താവേ, നിൻ്റെ വാക്ക് ഞങ്ങൾ കേട്ടു. ഇതാ നിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കും.